കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ആദ്യത്തെ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഓണത്തിന് രാവിലെ എണീച്ച് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുന്ന നിതിൻ ജോസ്. ഇങ്ങനെ ഈ വീഡിയോ തുടങ്ങാം. ഹാപ്പി ആയില്ലേ? നിന്നെ കാണിച്ചോണ്ട് ഓണത്തിന്റെ ഐശ്വര്യം. ഇതൊക്കെ എനിക്കൊരു കൊമ്പ് പോലെ തലയിൽ. ഞാൻ ഇരുന്നത് കുറച്ച് ദൂരെയായിപ്പോയി. എനിക്ക് ഇവൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്നുള്ളതുകൊണ്ട് കസേര നീക്കിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് പോയിരുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. സ്നേഹമുള്ളവനാണ്. അപ്പൊ കാര്യം എന്താന്ന് മനസ്സിലായല്ലോ. അത് തന്നെ ഇത് അല്ല മിക്സിങ് സൂപ്പറാ. തൽക്കാലം ഇത്ര മിക്സ് ചെയ്താൽ പോയിക്കാൻ സാമ്പാർ നല്ലോണം മിക്സ് ചെയ്യുന്നത് നല്ല രസമുണ്ടാവും. സാധാരണ അധികം ഫുഡൊന്നും കഴിക്കാത്ത ഞാൻ ഇഡ്ഡലി ഇങ്ങനെ കുറെ എടുക്കുന്ന കണ്ടിട്ട് നിതിൻ ജ്യൂസ് എന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഇഡ്ഡലി സാമ്പാറാണെങ്കിൽ ഞാൻ കുറെ കഴിക്കും. എൻ്റെ അമ്മയാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിൽ ഇതുപോലെ എപ്പോഴും ഇഡ്ഡലി സാമ്പാർ വയ്ക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. അച്ഛൻ ഇതേ വിളക്ക് വെക്കുന്നു. എന്തിന്? പൂവിടാൻ വേണ്ടിയിട്ട്. തൃക്കാക്കരപ്പനെ തുളസിനൊക്കെ നടുവിൽ വെച്ചിട്ടാണ് നമ്മൾ പൂക്കളം സ്റ്റാർട്ട് ചെയ്യും. കൂടെ വിളക്കും കത്തിച്ചു വെക്കും. ഇനി ഞാൻ ഐശ്വര്യമായിട്ട് പൂവിടാൻ തുടങ്ങട്ടെ. അങ്ങനെ ആദ്യത്തെ ഒരു കുഞ്ഞു റൗണ്ട് ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം റൗണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ബൈ പച്ചപ്പൂവ് കണ്ടിട്ടുണ്ടോ ഗൈസ് നിങ്ങൾ? എന്നാ ഞാനിപ്പോ കാണിച്ചത്. ഞാൻ ഇവിടെ മാത്രം ഉണ്ടാകുന്ന ഒരു തരം പച്ചപ്പൂ. വെറുതെ പറഞ്ഞതാ. ഇതുകൊണ്ട് ഈ സാധനം എല്ലാ കൊല്ലം ഓണപ്പൂക്കളത്തിൽ ഈ ഒരു പച്ചയല്ല ഉണ്ടാവും. പച്ച കണ്ടില്ല അച്ഛനൊരു സമാധാനം വരൂല. പക്ഷെ ആ പച്ചയാണ് അതിൽ ഹൈലൈറ്റും. പൂവിടുന്നതിൻ്റെ ഇടയിൽ ഓണപ്പൊട്ടനും വന്നിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. അമ്മ ഇതേ ഇലയിൽ അരിയൊക്കെ വെക്കുന്നുണ്ട്. ഇവിടേക്ക് ഓണമൊക്കെ എങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. അങ്ങനെ ഞാൻ പൂ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ബാക്കിയാണ്. അത് വെച്ച് ഞാനൊരു താജ്മഹൽ പണി. അങ്ങനെ ബാക്കി വന്ന പൂവൊക്കെ ഞാൻ സ്റ്റെപ്പിന്റെ മുകളിൽ നിരത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ ഹാപ്പി ഓണം എന്നൊന്നും എഴുതുന്ന എനിക്ക് ഇഷ്ടമല്ലെങ്കിലും പൂവ് ബാക്കിയായതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാനാ.